നിർത്താതെ സാഫല്യം പദ്ധതി. ഗുണഭോക്തൃ വിഹിതം വാങ്ങി ആരംഭിച്ച പദ്ധതി ദശാബ്ദം പിന്നിട്ടിട്ടും ശൈശവാവസ്ഥയിൽ. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് UDF ഭരിക്കുന്ന 2010-15 ഭരണസമിതി കാലഘട്ടത്തിലാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തി 24 ഭവനങ്ങൾ ഉൾക്കൊള്ളുന്ന ഭവന സമുച്ചയം നിർമ്മാണം ആരംഭിച്ചത്. തുടർന്ന് ഭരണത്തിൽ വന്ന LDF ഭരണസമിതി തുടർ പ്രവർത്തനങ്ങൾ നടത്താതെ വന്നപ്പോൾ അർഹരായവർക്ക് നഷ്ടമായത് ഒരു സുരക്ഷിത ഭവനമാണ്. 12 വർഷക്കാലം പൂർത്തിയായ സാഫല്യം പദ്ധതിയിലെ ഭവന സമുച്ചയങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. നിർധനരുടെ ഭവന സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയ ഇടത് വലതു മുന്നണികൾ ഗുണഭോക്താക്കളോട് എന്ത് മറുപടി നൽകുമെന്ന ചോദ്യവുമായി BJP ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് രംഗത്ത് വന്നു. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ സാഫല്യം ഭവന പദ്ധതിയാണ് എന്റെ പുറകിൽ കാണുന്ന ഈ ബിൽഡിംഗ്. ഏകദേശം 12 കൊല്ലം മുന്നേ തന്നെ UDFന്റെ ഭരണകാലത്ത് 24ഓളം ഭവനരഹിതരിൽ നിന്ന് പണം വാങ്ങി അവർക്ക് വീട് കൊടുക്കാമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഇന്ന് ഈ പദ്ധതി പ്രകാരം ഇന്നേ വരെ ഒരാൾക്ക് പോലും ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഭവന പദ്ധതി പൂർത്തിയാക്കാനോ, അതേപോലെ തന്നെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ കെട്ടിടം കിടക്കുന്നത്. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളമായിട്ടും അതേപോലെ തന്നെ ശുദ്ധജീവികളും മറ്റും ഇവിടെ കിടക്കുന്ന ഒരു സ്ഥലമായിട്ട്, ഇതിനകത്ത് വവ്വാലുകളും മറ്റും പറക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇതിനകത്ത് ചെയ്തിരുന്ന പല കാര്യങ്ങളും കളവ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വയറിങ് ചെയ്തതാണ്. ആ വയറിങ്, അതുപോലെ തന്നെ പ്ലംബിംഗ് സാധനങ്ങൾ, ഇതെല്ലാം കളവ് പോയിട്ട് അതിനുശേഷം വന്ന 10 വർഷമായി ഇവിടെ ഭരിച്ചിരുന്ന CPM ഭരണസമിതിക്ക് ഈ ഒരു കെട്ടിടത്തിനകത്തേക്ക് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കാനോ, അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഭവനങ്ങൾ കൊടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. സമയബന്ധിതമായി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭരണ നേതൃത്വം തയ്യാറാകാത്ത പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും രമേശ് പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങളുടെ വിയർപ്പിന്റെ അംശമാണ് ഈ ഒരു ബിൽഡിങ്ങിൽ അവശേഷിച്ചിരിക്കുന്നത്. ഇന്ന് ജനകീയ സദസ്സ്, വികസന സദസ്സ് എന്ന പേരിൽ നാടുനീളെ പ്രചരണ പരിപാടികൾ നടത്തുമ്പോൾ ഇതൊന്നും കാണാതെ പോകാൻ കഴിയുകയില്ല. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.